2018 സീസണിന്റെ അവസാനത്തിലെ ട്രാൻസ്ഫർ ജാലകത്തിലൂടെ റയൽ മാഡ്രിഡ് 3 താരങ്ങളെയാണ് സ്വന്താക്കിയത്. പിന്നീട് ആ 3 താരങ്ങൾ എന്തായി മാറിയെന്ന് അറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് അവരുടെ റേറ്റും അന്ന് അവര് എത്ര രൂപയ്ക്കാണ് റയൽ സ്വന്താക്കിയെന്നൊക്കെ ഒന്ന് പറയാം. വെറും 5 മില്യനാണ് ഫെദെ വാൽവെർഡെ ഉറുഗ്വൻ താരത്തെ റയൽ മാഡ്രിഡ് സ്വന്താക്കിയത്. പിന്നെ അവർ അതേ വിൻഡോയിൽ 2 സൂപ്പർ താരങ്ങളെയും കൂടി സ്വന്താക്കിയിരുന്നു. ഒന്ന് വിനീഷ്യസ് ജൂനിയറിന് വേണ്ടി 45 മില്യണാണ് അന്ന് റയൽ ചെലവഴിച്ചത്. പിന്നെ ഒരു താരത്തിനും കൂടിയും റയൽ സ്വന്തമാക്കിയിരുന്നു, ടിബോട്ട് കോർട്ടുവ. നമുക്കറിയാം, ബെൽജിയത്തിന്റെ സൂപ്പർ ഗോളി. റയലിന് പിന്നെ ആരായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് 35 മില്യനാണ്. ഈ 3 ട്രാൻസ്ഫറുകൾ നടക്കുന്നത് 2018 വേറൊരു യാദൃശികം. ഈ 3 സൈനിങ്ങുകളും പിന്നീട് റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ നിരയിലേക്ക് എത്തിക്കുന്ന 3 താരങ്ങളായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 6-8 കൊല്ലമായി ഇവർ റയൽ മാഡ്രിഡിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വിനീഷ്യസ് ജൂനിയർ ആയിക്കോട്ടെ ഫോർവേഡിലും, ഫെദെ വാൽവെർഡെ ആണെങ്കിൽ മിഡ്ഫീൽഡിലും അതുപോലെ ഗോൾ അടിക്കാനുള്ള മികവും, അതേപോലെ ടിബോട്ട് കോർട്ടുവ ഗോളി, കാവൽക്കാരൻ, രക്ഷകൻ, ഗോൾ പോസ്റ്റിന് മുന്നിലെ കാവൽക്കാരൻ, അദ്ദേഹത്തിന്റെ സംഭാവനയും ഒന്നും റയലിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭാവനകളാണ്. ഈ 3 താരങ്ങളെ 2018 സൈൻ ചെയ്തത് ഏറ്റവും ബിഗ്ഗസ്റ്റ് സൂപ്പർ സൈനിങ്സ് ഓഫ് ദി ഇയർ ആയി റയൽ മാഡ്രിഡിനെ മാറിയിരിക്കുകയാണ്. കാരണം 3 പേരും പിന്നീട് ക്ലബിന്റെ ഇതിഹാസങ്ങളായി മാറിയിരിക്കുന്നു. 3 പേര് സ്വന്തമാക്കുന്നത് ഒരൊറ്റ ട്രാൻസ്ഫർ വിൻഡോയിലാണത് എന്നതും ഒരു യാദൃശ്ചികം തന്നെയാണ്. സോ റയലിന്റെ കണക്കൂട്ടലുകളെല്ലാം മിക്കതും ശരിയാവുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ സീസണിലും റയൽ കുറെ പുതിയ ഡിഫൻഡേഴ്സിനെയും മിഡ്ഫീൽഡിലൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർവേഡിലും ഒക്കെ ഡയമണ്ടിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ റയലിന് അവരും ഒരു ഇതിഹാസ നിരയിലേക്ക് എത്തുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഒരു സീൻ ടീമായി മാറുക തന്നെ ചെയ്യും.